നല്ല അസല് തേപ്പുകാരിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ലവള് 6 വിവാഹം കഴിച്ചു. 6 പേരെയും തേച്ച് പണവും ആഭരണങ്ങളുമായിട്ട് മുങ്ങി. എന്നിട്ട് 7ാം വിവാഹത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുമായിരുന്നു ആ മിടുക്കി, ആ ഭീകരി. പക്ഷേ ആണിനെ പെണ്ണ് ചതിച്ചാൽ പെണ്ണിനെ ദൈവം ചതിക്കും എന്ന് പറഞ്ഞ പോലെ ആ 7ാം പ്രിപ്പറേഷൻ്റെ സമയത്ത് ലവളെ പോലീസ് പൊക്കി. ബിക്കോസ് 7ാമത്തെ ചെക്കൻ അവൾ മുമ്പ് തേച്ചുവിട്ട ആ 6 മൊണ്ണകളെ പോലെ ആയിരുന്നില്ല. അവൻ അവളുടെ കാമബുദ്ധിയിൽ വീഴാതെ അവൻ്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചു. സംഭവം അങ്ങ് UP ബന്ധയിലാണ്. ആ ട്രാപ്പ് ഇങ്ങനെയായിരുന്നു. 2 പുരുഷന്മാർ അവിവാഹിതരായ യുവാക്കളെ കണ്ടെത്തി തങ്ങൾ വിവാഹ ഏജന്റുമാരാണ് എന്ന് ധരിപ്പിച്ച് നിങ്ങൾക്ക് കല്യാണം ഞങ്ങൾ സെറ്റാക്കി തരാം എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നു. ഈ ട്രാപ്പോളജിക്കൽ അപ്രോച്ച്. ഒരു വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത ഏത് പുരുഷനാണ് നമ്മുടെ ലോകത്തുള്ളത്? ഒന്നാമത് ആണുങ്ങൾ ഇനി അങ്ങോട്ട് പെണ്ണ് കിട്ടാത്ത വൈവാഹിക ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരും എന്നാണ് പഠന റിപ്പോർട്ടുകൾ. അതിനിടയിലാണ് ഇങ്ങോട്ട് 2 പേര് വന്ന് കല്യാണം നടത്തി തരാം, ഒരു നല്ല കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുന്നത്. ഈ പരിചയപ്പെടലിന് ശേഷം ഒരു കുട്ടിയെ ഇവർ പരിചയപ്പെടുത്തുന്നു. കൂടെ അമ്മ എന്ന പേരിൽ ഒരു സ്ത്രീയും ഉണ്ട്. ഇവർ ആ യുവാക്കളുടെ വീട്ടിൽ നിന്ന് പണം മേടിക്കുന്നു. എന്നിട്ട് കല്യാണം ഒരു ചെറിയ സെറ്റപ്പിൽ നടത്തിയിട്ട് അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്ന മാക്സിമം പണവും ആയിട്ട് മുങ്ങുന്നു. അടുത്ത ഹതഭാഗ്യനെ പിടിക്കുന്നു. തട്ടിപ്പ് സംഘത്തിലെ നായികയുടെ പേര് പൂനം മിശ്ര, അമ്മ കഥാപാത്രമായി സഞ്ജന ഗുപ്ത, പിന്നെ ആണുങ്ങളുടെ വില കളയാനായിട്ട് 2 മാമ കഥാപാത്രങ്ങൾ വിശ്വാസ് കുമാറും സത്യസുന്ദറും. ഇതൊക്കെ ഇവരുടെ ഒറിജിനൽ പേരാണോ എന്ന് തമ്പുരാൻ അറിയാം. എന്തായാലും ശങ്കർ ഉപാധ്യായ് എന്ന യുവാവാണ് ഒരുപാട് ആണുങ്ങളുടെ മാനം കെടുത്തി മുങ്ങിയ ഈ തട്ടിപ്പ് സംഘത്തെ പോലീസ് പിടിയിലാക്കിയത്. കൺഗ്രാറ്റ്സ് ബ്രോ.